എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ആക്ച്വലി ഐ ടുക്ക് ദിസ് വീഡിയോ എ മന്ത് എഗോ ഫോർ മൈ US സിറ്റിസൺഷിപ്പ് ഇന്റർവ്യൂ. പക്ഷേ ഞാൻ ബിസി ആയത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്തു. ആൻഡ് ദെൻ ഞാൻ മോയ്സ്ചറൈസിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തു. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാട്ടോ. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ലോഷൻ ബ്യൂട്ടി ഓഫ് ജോസൻ ഞാൻ അപ്ലൈ ചെയ്തു. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇവരുടെ സൈറ്റിൽ നിന്ന് തന്നെയാട്ടോ. രാവിലെ തിരക്ക് പിടിച്ച് പോകേണ്ടത് കാരണം എനിക്ക് പ്രൊഡക്ട്സ് ഒന്നും കാണിക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കെങ്കിലും ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ്. ആക്ച്വലി ഞാനിത് വാങ്ങിക്കാൻ കാരണം ഇവിടെ വിൻ്റർ ആകുമ്പം ഈ ഫേസ് എല്ലാം ഒത്തിരി ഡ്രൈ ആവും. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം ഫൈനലി ഫിക്സ് ചെയ്ത പ്രൊഡക്റ്റാണ് മാക്കിൻ്റെ ഈ ഫൗണ്ടേഷൻ. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. മേക്കപ്പിലെ അടുത്ത സ്റ്റെപ്പാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഐബ്രോ ആൻഡ് ഐ മേക്കപ്പ്. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഐബ്രോ പാലറ്റ് ആണ്. ഇറ്റ് കംസ് വിത്ത് 3 കളേഴ്സ്, ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ഡാർക്ക് ബ്രൗൺ. സോ ഞാൻ യൂസ് ചെയ്തത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഐ ഷാഡോ. ഞാൻ യൂസ് ചെയ്തത് കോറൽ കളറാണ്. സെയിം കളർ വെച്ച് ഔട്ടറും ഇന്നറും ലിഡും ഞാൻ സ്മെഡ് ചെയ്തെടുത്തു. അങ്ങനെ 2 കണ്ണിലും ഐ ഷാഡോ ഇട്ടതിന് ശേഷം കണ്ണിൻ്റെ ലോവർ ലൈനിലും സെയിം കളർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഞാൻ അപ്ലൈ ചെയ്തെടുത്തു. ലൈറ്റ് പിങ്ക് ഗ്ലിറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഐ ലിഡിൻ്റെ മുകളിലൊന്ന് ടേപ്പ് ചെയ്തെടുത്തു. ഇങ്ങനെ സ്പാർക്ലിംഗ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമുക്കിനി കണ്ണെഴുതിയാലോ? ഞാൻ ഐബ്രോ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സെയിം പാലറ്റാണ് കണ്ണെഴുതാനും യൂസ് ചെയ്തത്. അത് ഐബ്രോയ്ക്കും കണ്ണെഴുതാനും കൂടെ ഉള്ള പാലറ്റാണ് കേട്ടോ. അതിനകത്ത് ഡാർക്കർ ഷെയ്ഡല്ല, ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കണ്ണെഴുതാൻ. കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗ്ലൂമി ഫേസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഉറക്കം എഴുന്നേറ്റതുപോലെയൊക്കെ. എപ്പോഴൊക്കെ ഞാൻ കണ്ണെഴുതാതെ പുറത്തു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആർ യു സിക്ക്? ആർ യു അപ്സെറ്റ്? ആർ യു ഓക്കേ? സോ അതിനുശേഷം ഞാൻ കണ്ണെഴുതാതെ പുറത്ത് പോവാറേ ഇല്ല. ഇനി നമുക്ക് മെസ്കാര ഇടാം. ഇതും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ്. ഞാൻ കണ്ണെഴുതിയില്ലെങ്കിലും മിക്കപ്പോഴും മെസ്കാര മാത്രം ഇട്ടിട്ട് പോവാറുമുണ്ട്. ഞാൻ യൂസ് ചെയ്തത് ഒരു ഐ തിങ്ക് ഇതിൻ്റെ നെയിം എസെൻസ് എന്നാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ ഭയങ്കര തിക്ക് ആൻഡ് ലോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഐക്കോണിക്കിൻ്റെ സ്പ്രേ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തെടുത്തു. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോയി ഫിനിഷിങ് ലുക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് വരാം. അത് കഴിഞ്ഞ് ഹെയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫിനിഷ്. അപ്പോൾ അതേ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്നു. ഇതിനിടയ്ക്ക് ഞാനൊന്ന് ബ്ലഷ് ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ബ്ലഷാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ലിപ്പ് ലൈനർ ഇട്ടു. സെയിം ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് അകത്ത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തു. മെബിലൈൻ്റെ വിനൈൽ സൂപ്പർ സ്റ്റേ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഞാൻ റെവലോണിൻ്റെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മേളിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കളർ ഉള്ളതുപോലെ തോന്നും, പക്ഷേ റിയലി ഇതിന് അത്രയ്ക്ക് വലിയ കളറൊന്നുമില്ല. ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഗ്ലോയി ഫീലിംഗ് ആട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ നെയിം അറിയണമെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അയച്ചു തരാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്രൂഷ്യൽ പാർട്ടിലേക്ക് കിടക്കാം, ഹെയർ സെറ്റിംഗ്. ആദ്യം കുറച്ച് സ്ട്രെയിറ്റ് ചെയ്യും, പിന്നെ കുറച്ച് ചുരുട്ടും, പിന്നെയും സ്ട്രെയിറ്റ് ചെയ്യും, പിന്നെയും ചുരുട്ടും. ഇത് തന്നെ പരിപാടി. എനിക്കങ്ങനെ ഒരുപാട് കേർലി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ മോസ്റ്റ്ലി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വേവി ആയിട്ടുള്ള കേർൽ എനിക്കിഷ്ടമാണ്. എസ്പെഷ്യലി ഇൻ ദ ഫ്രണ്ട് പോർഷനിൽ ചെറുതായിട്ടൊന്ന് വേവ് ആയിട്ടിരിക്കാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്. ഈ സ്ട്രെയിറ്റ്നർ ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് പ്രൊഡക്റ്റിൻ്റെ പേര് ഓർമ്മയില്ല, വേണമെങ്കിൽ ഞാൻ തപ്പിപ്പിടിച്ച് തരാം. അങ്ങനത്തെ വലിച്ചും നീട്ടിയും ചുരുട്ടിയും ഫൈനലി ഞാനൊന്ന് ഒപ്പിച്ചെടുത്തു. ഞാൻ ഉദ്ദേശിച്ചതുപോലെ കുറച്ച് വേവായിട്ട് ഫ്രണ്ടിൽ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ലെയർ ആയിട്ട്. എനിവേ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതേ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ വാച്ച് കെട്ടി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാം. കിട്ടി മക്കളെ, കിട്ടി. അങ്ങനെ ഞാനും ഒരു അമേരിക്കൻ പൗരനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.